ആഭ്യന്തര യുദ്ധം മൂർച്ഛിക്കുന്ന സിറിയയിൽ പ്രത്യാശയുടെ കിരണവുമായി കത്തോലിക്ക സഭാ നേതൃത്വം. യുദ്ധ സാഹചര്യത്തിൽ വൈദികരും വിശ്വാസികളും അലപ്പോയിൽ തുടരുമെന്നും വിശ്വാസികൾക്ക് എല്ലാവിധ പിന്തുണയുമായി സഭ ഒപ്പമുണ്ടെന്നും സിറിയയിലെ അപ്പോസ്തോലിക് നൂൻഷ്യോ കർദിനാൾ മരിയോ സെനാരി വ്യക്തമാക്കി. ഭീകര സംഘടനയായ അൽ ഖ്വയ്ദയുടെ ശാഖയായ ഹയാത്ത് തഹ്രീർ അൽ ഷാം കഴിഞ്ഞ ഒരാഴ്ചയായി സിറിയയുടെ വിവിധ പ്രദേശങ്ങളിൽ നടത്തുന്ന യുദ്ധസമാനമായ ആക്രമണങ്ങൾ, സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾ നിർബാധം തുടരുകയാണ്. അലേപ്പോയുടെ പടിഞ്ഞാറൻ ഗ്രാമപ്രദേശങ്ങളിൽ സർക്കാർ സേനയ്ക്കെതിരെ ഏകദേശം 9 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ കണക്കനുസരിച്ച് ചൊവ്വാഴ്ച വരെ 571 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരം. ഇതിൽ 182 പേര് സൈനികരും 98 സാധാരണക്കാരുമാണുള്ളത്. ബാക്കിയുള്ളത് ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെയും മറ്റ് സഖ്യ ഭീകര സംഘടനകളുടെയും ഭീകരരാണ് കൊല്ലപ്പെട്ടത്. അതിനിടെ 14 വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിന്റെ കെടുതികളിൽ നിന്നും ജനം ഇനിയും മോചിതരായിട്ടില്ലെന്ന് സിറിയയിലെ അപ്പോസ്തോലിക് നൂൻഷ്യോ കർദിനാൾ മാരിയോ സെനാരി പറഞ്ഞു. ഭീകരർ അലേപ്പോ പിടിച്ചെടുത്തതോടെ അലേപ്പോയുടെയും സിറിയയുടെയും ഭാവി എന്തായിരിക്കുമെന്നും ആശങ്കയിലായിരിക്കുകയാണ് കർദിനാൾ മാരിയോ. സാഹചര്യങ്ങൾ വിലയിരുത്തി വരികയാണെന്നും വിശ്വാസികളുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും സഭാ നേതൃത്വം വ്യക്തമാക്കുന്നു. അലേപ്പോയിൽ സർക്കാർ സംവിധാനങ്ങൾ, സർക്കാർ ഓഫീസുകൾ എല്ലാം അപ്രത്യക്ഷമായി. സൈന്യത്തെ കാണാനില്ല. എങ്ങും ഭീകരർ ആയുധവുമേന്തി റോന്തു ചുറ്റുന്നു. സാധാരണ ജനങ്ങൾ ഭയത്തിലാണെന്നും എങ്കിലും വിശ്വാസികൾക്ക് പിന്തുണയുമായി വൈദികരും സഭാ നേതൃത്വവും ഒപ്പമുണ്ടെന്നും അപ്പോസ്തലിക് നൂൻഷ്യോ കർദിനാൾ മാരിയോ സെനാരി ഉറപ്പു നൽകുന്നു. സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് പലായനം ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇപ്പോൾ ജനങ്ങൾക്ക് രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ലെന്നും പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് തൊഴിൽ സാധ്യതകൾ നഷ്ടമായെന്നും യുവാക്കളുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും സിറിയ വിടുക എന്നുള്ളതാണെന്നും സഭാ നേതൃത്വം വ്യക്തമാക്കുന്നു. അതേസമയം 14 വർഷമായി യുദ്ധം, പട്ടിണി, തൊഴിലില്ലായ്മ എന്നിവ മൂലം ദുരിതമനുഭവിക്കുന്ന സിറിയയിലെ ജനങ്ങൾക്ക് പ്രത്യാശ പകരുവാൻ പ്രത്യാശയുടെ തീർത്ഥാടകരെന്ന പ്രമേയത്തോടുകൂടെയുള്ള 2025 ജൂബിലി വർഷത്തിന് കഴിയുമെന്നും സിറിയയിലെ അപ്പോസ്തലിക് നൂൻഷ്യോ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.